ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫിൻ്റെ എല്ല് വെച്ചിട്ടുള്ള ഒരു ബീഫ് കറിയാണ്. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന സ്വാദിഷ്ടമായ ഒരു കറി നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുന്നു. ഉലുവ നല്ലതുപോലെ പൊട്ടിയതിനു ശേഷം മാത്രമേ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടാവൂ. ഉലുവ പൊട്ടിയില്ലെങ്കിൽ ഉലുവ കഴിക്കും. ഉലുവ പൊട്ടിയതിന് ശേഷം അതിലേക്ക് സബോള, ഒരു 3 ചെറിയ സബോളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞ് കുക്കറിലേക്ക് ഇടുക. അതിനോടൊപ്പം തന്നെ 2 ചെറിയ തക്കാളി ആഡ് ചെയ്യുക. കൂടാതെ 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇതിലേക്ക് ഇടുക. ഞാനത് ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നത് കാണിക്കാൻ മറന്നുപോയതാണ്. ഇത് നല്ലതുപോലെ വഴണ്ടു വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നല്ലതുപോലെ വഴണ്ട് നല്ല പാകമായി വരണം. അതിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കിലോ ബീഫാണ്. ഇത് ബീഫിൻ്റെ എല്ലെന്ന് പറഞ്ഞാലും ഇതിലേക്ക് നല്ലതുപോലെ ഇറച്ചിയുണ്ട്. ഇത് ഞങ്ങളുടെ ഇവിടെ കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ലതുപോലെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അടിയിൽ കിടക്കുന്ന സവോളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ബീഫിലോട്ട് വരുന്ന വിധം നല്ലതുപോലെ ഇളക്കി പാകത്തിനാക്കി വെക്കുമ്പം അതിലേക്ക് പെരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മുളക് പൊടി എത്ര എടുക്കുന്നോ അതിന് ഇരട്ടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം ബീഫ് കറിക്ക്, എന്നാലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. മുളക് പൊടി ഞങ്ങളുടെ വീട്ടിൽ ആർക്കും എരിവ് ആവശ്യമില്ല. പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ വെന്ത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് എരിവ് കുറവാണെങ്കിൽ നമുക്ക് ശകലം മുളക് പൊടി കൂടെ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് അതിലേക്ക് മീറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ. ഗരം മസാല നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഇട്ടുതരാം. ഗരം മസാലയും ഇട്ട് നല്ലതുപോലെ യോജിപ്പിച്ച് ഇളക്കി എടുക്കണം. നമ്മൾ ആദ്യം സബോളയൊക്കെ ഇട്ട് ഇളക്കി സബോള അല്ലാതെ പിടിച്ചിരിക്കുക. ഇനി മസാലയും കൂടി ഇറച്ചിയിലേക്ക് നല്ലതുപോലെ പിടിക്കുന്നത് പോലെ ഇളക്കി നല്ല വൃത്തിയായിട്ട് വെച്ച് കുക്കർ അടച്ച് ഒരു 7-8 വിസിലടിപ്പിക്കണം. എല്ലൊക്കെ അല്ലേ ചിലപ്പോൾ വേഗം താമസം വരും. ഈ ഇറച്ചി നമ്മളിതിന് മുമ്പ് കറി വെച്ചപ്പോൾ ഒരു 8 വിസിലടിച്ചപ്പോഴാണ് നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടിയത്. അങ്ങനെ ഒരു 7-8 വിസിലടിപ്പിക്കുക. നമ്മളെടുക്കുന്ന ബീഫ് പോലെ ഇരിക്കും കേട്ടോ വേവ. ഇവിടെ ഞങ്ങളുടെ ബീഫ് 8 വിസിലടിച്ചപ്പോഴത്തേന് വെന്ത് നമ്മളിതിവിടെ കുക്കർ ഓപ്പൺ ചെയ്തു. ഇതിലേക്ക് നമ്മൾ കുറച്ച് മസാല കൂടി ആഡ് ചെയ്യാൻ പോവുകയാണ്. ബീഫ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിനായി ഒരു ഉരുളി എടുത്ത് വെക്കുന്നു. പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കറുവാപ്പട്ട, ഏലക്ക, കറിവേപ്പില, ബേ ലീഫ് ഇത്രയിട്ട് നല്ലതുപോലെ ചൂടായി എടുക്കുന്നു. അതിലേക്ക് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് സവോളയാണ്. നേരത്തെ നമ്മൾ കറി വെക്കാൻ നേരത്തെ സവോള ഇട്ടതുകൊണ്ട് ഇപ്പോൾ വളരെ കുറച്ച് ഇടുന്നുള്ളൂ. ഒരു സവോളയും കൂടി അരിഞ്ഞ് അതിലേക്കിട്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞ സവോളയാണ് നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത്. അത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഉപ്പ് കുറവാണെന്ന്. നമ്മളിവിടെ ഉപ്പ് കൂടി ഉപയോഗിക്കാത്തത് കൊണ്ട് ഉപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് അതിൻ്റെ അളവ് പറയാത്തത്. ഓരോരുത്തരുടെയും പാകത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു ശകലം എരിവിൻ്റെ കുറവുണ്ടായിരുന്നു. അതിന് ഒരു 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തു. നല്ലതുപോലെ ഇളക്കി മുളകിൻ്റെ പച്ചമണവും സവോളയെല്ലാം മുളക് പൊടിയുടെ പച്ചമണവും മാറി സവോളയെല്ലാം റെഡി ആകുന്നത് പോലെ നല്ലതുപോലെ ഇളക്കി ഒരു കുഴമ്പ് പരുവത്തിലാവുന്നത് വരെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി മിക്സിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർക്കുന്നു. ഞാനിവിടെ ചെറിയ ചൂടുവെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ചെറിയ ചൂടുവെള്ളം ചേർത്ത് നല്ലതുപോലെ ഇളക്കി അതിലേക്ക് നമ്മൾ മല്ലിയില ആഡ് ചെയ്യുന്നു. മല്ലിയിലയുടെ ആ ഒരു മണവും എല്ലാം കൂടെ സവോളയിലേക്ക് പിടിക്കണം. നമ്മളിപ്പോൾ ഈ ചേർത്ത വെള്ളം പറ്റുന്നത് വരെ നല്ലതുപോലെ തിളപ്പിക്കണം. നല്ലപോലെ തിളച്ച് ആ വെള്ളം പറ്റി വരണം. കാരണം നമ്മൾ ബീഫിനകത്ത് വേവിക്കാൻ വെച്ചപ്പോഴും ഒന്നും വെള്ളം ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ബീഫ് കറി വെക്കുമ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ബീഫിൽ തന്നെ വെള്ളം കാണും. അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ച് അടുപ്പിലിരുന്ന് നമ്മളായിട്ട മല്ലിയിലയുടെയും ചേർത്ത ഗ്രേവിയും എണ്ണയും എല്ലാം ഒന്ന് സെറ്റായി വരുന്ന പോലെ നല്ലതുപോലെ തിളച്ച് സെറ്റാക്കി എടുക്കുക. അപ്പം ഒരു സ്വാദിഷ്ടമായ എല്ലുകറി തയ്യാറാണ്. നമ്മുടെ കപ്പയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്ന നല്ല സ്വാദിഷ്ടമായ എല്ലുകറിയാണ്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ തിളച്ചതിന് ശേഷം കറി അടുപ്പിൽ നിന്ന് വാങ്ങണം. തീ ഓഫ് ചെയ്ത് ആ ഒരു തിളയോടുകൂടി തന്നെ നമ്മൾ സെർവ് ചെയ്യുക. ബീഫ് ആയതുകൊണ്ടും എല്ലായതുകൊണ്ടും നെയ്യുടെ കൂടുതലാണ്, അപ്പോൾ എല്ലാം ചൂടോടെ കഴിക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.